എന്നെ തന്നെയടി വിളിച്ചേ. മനസ്സിലായില്ലേ? നീ എന്താ വിളിച്ചേ? എടീന്നോ? ഞാൻ ആരാന്നറിയോടി നിനക്ക്? നീ ആരായാലും എനിക്ക് എന്താടി? നിനക്കൊരു തോന്നലുണ്ട് നീ എന്തോ വലിയ സംഭവമാണ്. അത് തീരാനുള്ള വഴി എന്താന്നറിയോ? ഈ കൈ കണ്ടോ? 24 മണിക്കൂറും പാടത്തും പറമ്പത്തും പണിയെടുത്ത് ഇവിടുത്തെ അടുക്കളയിലും കിടന്ന് നരകിച്ച് തഴമ്പ് വന്ന കൈയത് ചാരി കാണലുണ്ടല്ലോ. ഞാനേ നിന്റെ ആരാടി? നിന്റെ ഏട്ടന്റെ ഭാര്യ. അപ്പൊ നീ എന്നെ വിളിക്കണ്ട എന്താ? ഏട്ടത്തീന്നാ വിളിക്കാൻ. എന്താ നിനക്ക്? അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ഒന്നുമൂക്ക് ഉദ്ദേശം എന്താന്ന് അറിയണം അല്ലടി? നിന്നോടൊക്കെ കുറച്ച് സംസാരിക്കാൻ തന്നെയാടി ഉദ്ദേശം. ഇനി ഒരാള് കൂടിയുണ്ട്. പത്മ മാഡം എന്നും പറഞ്ഞ് 24 മണിക്കൂറും പറഞ്ഞോണ്ട് നടക്കണ ഒരാൾ. മമ്മി എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞു തീർക്കട്ടെടി. അവരങ്ങനെ പറഞ്ഞു നടക്കുന്നതില്ലേ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അവര് കമ്പനി പോകുന്നുണ്ട്, ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, അവർക്കേ വിവരമുണ്ട്. പക്ഷെ നിനക്ക് നിന്റെ പൊട്ടിക്കാളി ചേച്ചി കൊണ്ടല്ലോ നിനക്കൊക്കെ എന്ത് യോഗ്യതയുള്ള? ഒന്നല്ലല്ലോ നീ കോളേജിൽ പഠിക്കുന്ന ഒരുത്തിയല്ലേ? അല്ല, നീ നിന്റെ കോളേജ് അടുത്തേക്കാട് കണ്ടിട്ടുണ്ടോടി? ഇങ്ങനെ ചുണ്ടിൽ ചായം തേച്ച് പിടിപ്പിച്ച് ഇവിടെ ഇങ്ങനെ നടക്കാന്നല്ലാതെ വേറെ എന്തെങ്കിലും ഉപകാരം ഉണ്ടോടി? പറയടി, നിന്നെ കൊണ്ട് വേറെ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഉണ്ടോ? ഈ വീടിന്റെ മൂലയ്ക്ക് ചാരി വെച്ചിരിക്കുന്ന ചൂലിന് പോലും നിന്നെക്കാൾ ഉപകാരമുണ്ട്, അറിയോ? എന്താടി നിന്റെ ചൂണ്ട് വിറയ്ക്കുന്നുണ്ടോ? നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഉണ്ടോടി? നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? ഏട്ടത്തി എന്നെ വിളിക്കാൻ. വിളിക്കടി. വിളിക്കാൻ ഇല്ല. എന്നാ നിന്നെ ഞാൻ തല്ലും. വെറുതെ ഒരച്ചാടി അടിക്കല്ല. സ്റ്റെപ്പ് കണ്ടോ? അതിൽ കൂടെ കാലി പിടിച്ച് താഴോട്ടിടും. എന്നിട്ട് താഴെ എത്തുമ്പോ നിന്റെ കാലിൽ പിടിച്ച് നിലത്ത് പൊക്കി അടിക്കും. ചെയ്യുന്ന പറഞ്ഞാ ചെയ്യും. മര്യാദയ്ക്ക് വിളിക്കടി. ഏട്ടത്തിന്ന് വിളിക്കാൻ പറ്റില്ല. പറ്റില്ലേ? വിളിക്കില്ലല്ലേ? എടുത്തി എടുത്തി എന്ത് രസാ കേൾക്കാൻ. എന്ത് ഭംഗിയുള്ള ശബ്ദാടി നിന്റെ.
ഈ ശബ്ദേ കുശുമ്പ് പോലെ മാത്രമേ ഉപയോഗിക്കൂ. എന്നെ പോലെ തല്ലിപ്പൊളിയായിരുത്തി ലോകത്തില്ല. മനസ്സിലായോ? മനസ്സിലായോടി വേദ മാഡം? ഈ മാഡം മാഡം എന്നുള്ള വിളി കേൾക്കാനേ നല്ല സുഖല്ലേ അല്ലേ? ഇതുവരെ വിളിച്ച മാഡം വിളിയൊക്കെ ഞാൻ തിരിച്ചെടുത്തു. കേട്ടോടി? കേട്ടോ? എന്താ വേദേ, എന്താ ഇവിടെ ബഹളം? നിങ്ങളെ രണ്ടുപേരും കാണണമെന്ന് കരുതി ഇരിക്കായിരുന്നു. വന്നല്ലോ. ചേച്ചി, ഇവളുടെ സംസാരം കേട്ടോ? ഇവള് കള്ളു കുടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നേ. കള്ളു കുടിക്കേ? എന്താടി എന്താ? എനിക്ക് കുടിച്ച ഇറങ്ങൂലേ? ഞാൻ കുടിച്ചിട്ടുണ്ട്. നിനക്ക് മണത്ത് നോക്കണം. നോക്ക്. നല്ല സാധനം, നല്ല സാധനം. എന്താടി നിന്റെ ഉദ്ദേശം? സൂര്യ കള്ളു കുടിക്കുന്നതന്നെ ഈ വീട്ടിലെ വലിയ പ്രശ്ന. ഇനി നിന്നെ കൂടെ സഹിക്കണോ നമ്മള്? സഹിക്കണം. നീയൊന്നും കള്ളു കുടിക്കൂലല്ലോ. പക്ഷെ നിന്നെയൊക്കെ ഇവിടെയുള്ള എല്ലാരും സഹിക്കുന്നില്ലേ? നിങ്ങളുടെ അമ്മ പത്മ മാഡം നിങ്ങളെ ന്യായീകരിക്കുന്നില്ലേ? ഈ ലോകത്ത് വേറെ ഒരാളെങ്കിലും എന്തെങ്കിലും വില തരുന്നുണ്ടോ നിങ്ങക്ക്? എങ്ങനെ ഉണ്ടാവാനാ? സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ കക്ക, അതിന്ന് കൈക്കൂലി പറ്റ. കയ്യേ കഷ്ടം. ഇന്ദിരജയ്, ഇവളെ എന്താ ചെയ്യണ്ടേ? അയ്യോ അയ്യോ വിജയ് സാറേ, സാറങ്ങനെ ചോദിക്കുന്ന എന്തിനാ? എന്നെ എന്താ ചെയ്യുന്നുള്ളതെന്ന് വെച്ചാ അങ്ങ് ചെയ്താ മതി. ഞാനിവിടെ നിക്കല്ലേ. തനിക്ക് നാണോ മാനോ ഉണ്ടോടോ? ഇവരുടെ ഈ സാൽത്തുമ്പും പിടിച്ച് ഇങ്ങനെ തിരുവാതിര കളിച്ച് നടക്കാനല്ലാതെ ആണായിട്ട് പിറന്നതിന്റെ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടോ? ഉണ്ടോ?